മക്കളെ, ഇന്ന് നമ്മൾ പൈതൽ ചൽത്താ ഹുവ ആത്മി എന്ന കവിതയുടെ ആശയമാണ് നോക്കാൻ പോകുന്നത്. കവി സ്വപ്നിൽ ശ്രീവാസ്തവ की കവിത പൈതൽ ചൽത്താ ഹുവ ആത്മി ആം ആത്മിക്ക്, ആം ആത്മി എന്ന് പറയും, ആം ജനത എന്ന് പറയും കേട്ടോ. ആം ആത്മിക്ക് താക്കത്ത് ഓർ മഹത്വ കോ ബതാത്തി ഹെ. ഇവിടെ കവി സ്വപ്നിൽ ശ്രീവാസ്തവ എഴുതിയിരിക്കുന്ന പൈതൽ ചൽത്താ ഹുവ ആത്മി എന്ന കവിതയിൽ സാധാരണ ജനങ്ങളുടെ ശക്തിയും മഹത്വവുമാണ് പറയുന്നത്. कवि कहता है कि जब बड़े लोग अपने कारों में बैठकर चलते हैं तो वे पैदल चलने वाले गरीब आदमी को तुच्छ समझते हैं. കവി പറയുകയാണ്, ധനികരായ ആളുകൾ എപ്പോഴാണോ അവരുടെ സ്വന്തം കാറുകളിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നത്, അപ്പോൾ കാൽനടയായിട്ട് പോകുന്ന ദരിദ്രർ ഗരീബ് ദരിദ്രരായിട്ടുള്ള ആളുകളെ പുച്ഛത്തോടുകൂടി, അതായത് പുച്ഛഭാവത്തോടു കൂടി അവർ നോക്കുകയാണ്. പരന്തു അസൽമേ വഹി ആത്മീ സബ്സേ ജ്യാദാ മെഹനത്തി ഓർ ശക്തിശാലി ഹെ. പക്ഷെ യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ തന്നെയാണ് വളരെ കൂടുതൽ ശക്തിശാലിയും അതുപോലെ തന്നെ മെഹനത്തി പരിശ്രമിയുമായിട്ടുള്ളത്. വഹി അനാജ് ഉഗാത്താ ഹെ, അവനാണ് നമുക്ക് വേണ്ട ധാന്യങ്ങൾ ഉണ്ടാക്കുന്നത്. ഗർ ബനാത്താ ഹെ, വീട് നിർമ്മിക്കുന്നത്. ഓർ സമാജ് കോ ചലാത്താ ഹെ, സമൂഹത്തിനെ മുമ്പോട്ട് നയിക്കുന്നത്. അഗർ വഹ് काम करना बंद कर दे तो अमीर लोगों का जीवन रुक जाएगा. ഒരു പക്ഷേ അവന്റെ ജോലി നിർത്തിവെക്കുകയാണെങ്കിൽ അമീർ ലോഗോं का ജീവൻ, സമ്പന്നരുടെ ജീവിതം സ്തംഭിക്കും. इस प्रकार കവി ഹമ്മേ യഹ് സിഖാത്താ ഹെ കി, ഇപ്രകാരം കവി നമ്മളെ ഇങ്ങനെ ഒരു കാര്യം പഠിപ്പിക്കുന്നു. ഹമേ കിസിക്കോ ചോട്ടാ നഹി സമജ്നാ ചാഹിയെ, നമ്മൾ ആരെയും ചെറിയവനായിട്ട് മനസ്സിലാക്കരുത്. ചെറിയത് എന്ന്, അവൻ ചെറിയവനാണ്, അവൻ കൊള്ളരുതാത്തവനാണ് എന്ന രീതിയിൽ നമ്മൾ ആരെയും കരുതരുത്. ക്യോങ്കി ഹർ വ്യക്തി അപ്പനെ കാം സേ സമാജ് കെ ലിയെ ജരൂരി ഓർ സമ്മാൻ കി യോഗ്യ ഹെ. എന്തുകൊണ്ടെന്നാൽ ഓരോ വ്യക്തിയും അപ്പനെ കാം സേ, തൻ്റേതായിട്ടുള്ള പ്രവൃത്തികൾ കൊണ്ട്, സമാജ് കെ ലിയെ, സമൂഹത്തിന്, ജരൂരി ഓർ സമ്മാൻ കി യോഗ്യ ഹെ, സമൂഹത്തിൽ അതുപോലെ തന്നെ എന്താ പറയുക, ബഹുമാനത്തിനും സമൂഹത്തിന് പ്രധാനപ്പെട്ടവനായിരിക്കും ഓരോ വ്യക്തിയും അല്ലേ. ഓരോ വ്യക്തിയും തൻ്റേതായിട്ടുള്ള കഴിവുകൾ കൊണ്ട് സമൂഹത്തിന് പ്രധാനപ്പെട്ടവനും അതുപോലെ തന്നെ ബഹുമാനത്തിന് അർഹനും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആരും മറ്റൊരാളെ ചെറിയവനാണ് എന്ന രീതിയിൽ കണക്കാക്കരുത്. എല്ലാവരും അവരവരുടേതായിട്ടുള്ള കഴിവുകൾ കൊണ്ട് അഭിമാനത്തിന് അർഹർ തന്നെയാണ് എന്നാണ് ഈ കവിതയിലൂടെ കവി പറയുന്നത്. അപ്പോൾ നമ്മുടെ പൈതൽ ചൽത്താ ഹുവ ആത്മി എന്ന കവിതയുടെ ആശയം നമ്മൾ നോക്കി. തീർച്ചയായിട്ടും ആശയം നന്നായിട്ട് നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം. 4 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഒരു 10 പ്രാവശ്യം വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ ഒരു 2 പ്രാവശ്യം കൂടെ എഴുതി പഠിക്കുകയും കൂടെ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാമിന് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ തന്നെ എഴുതാൻ പറ്റും. ക്ലാസ് ഫുള്ളായിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. എല്ലാവരും നല്ലൊരു വിജയം തന്നെ കരസ്ഥമാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ.